ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പൗരോഹിത്യത്തിലേക്ക് പിച്ചവയ്ക്കുന്ന ഡിജോ ശംശാന, ഡിജോയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പുതിയ ദേവാലയത്തിലെ ആദ്യത്തെ തിരുപ്പട്ടമായതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ സന്തോഷം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അതുമാത്രമല്ല എന്ന് വികാരിയച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു, 24,000 കൊന്ത ചൊല്ലി ഒരുങ്ങുകയായിരുന്നു നിങ്ങൾ ഈ തിരുപ്പട്ടത്തിന് വേണ്ടി. അതിൻ്റെ അധിക കൃപ കൂടി ഈ തിരുക്കർമ്മങ്ങൾക്ക് പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ ആദ്യത്തെ പട്ടത്തെ ഇത്രമാത്രം കൃപാപൂർണമാക്കി തീർത്ത ഇവിടുത്തെ വികാരിയച്ഛനെയും വിശ്വാസി സമൂഹത്തെയും ആദ്യമേ തന്നെ അനുമോദിക്കുന്നു. തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കണം. ഈ മധുബഹയെ അലങ്കരിക്കുന്ന വർണ്ണപുഷ്പങ്ങൾ പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ ഹൈക്കലയിൽ, അവിടുത്തെ അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ട പൂച്ചെണ്ടുകളായിട്ട് കാണപ്പെടുന്നു. അത്രയധികം കൃപയും സന്തോഷവും നിങ്ങളിലുണ്ട്. 2 ദിവസം മുമ്പ് നമ്മൾ ഈ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവി ആഘോഷിക്കുകയായിരുന്നു. ഇന്നും നിങ്ങൾക്ക് ഒരർത്ഥത്തിൽ ക്രിസ്മസ് തന്നെയാണ്. പൗരോഹിത്യത്തിൻ്റെ പുതിയ ഉണ്ണി പിറക്കുന്നത് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണല്ലോ. സന്തോഷിക്കണം പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ആദ്യത്തെ തിരുപ്പട്ടത്തെ പറ്റിയാ. ഈശോ തൻ്റെ പ്രഥമ പുരോഹിതന് പത്രോസിന് പട്ടം കൊടുക്കുന്ന കർമ്മം തിബേരിയാസിൻ്റെ തീരത്ത്. ഈ ഉണ്ണിമിശിഹ ദേവാലയത്തിൻ്റെ സന്തോഷമല്ല അങ്ങ് തിബേരിയാസിൻ്റെ തീരത്ത് നമ്മൾ വായിച്ചറിയുന്നത്, കണ്ടറിയുന്നത് അല്പം ദുഃഖമാണ്. അന്തരീക്ഷം മുഴുവൻ വളരെ ശോകമൂകമായി, ശിഷ്യന്മാരെല്ലാവരും വളരെ മ്ലാനവദനരായിരുന്നിരിക്കണം. അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന പത്രോസ് തന്നെ ഏറ്റവും ദുഃഖിതനാണ്. സുവിശേഷകൻ എത്ര പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ 3-ാം പ്രാവശ്യവും തന്നോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി എന്നാണ് പറയുന്നത്. ഓർഡിനേഷൻ്റെ ദിവസം ഓർഡിനാന്തി അങ്ങ് കരയാൻ പോകുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം? അതായിരുന്നു ആദ്യത്തെ തിരുപ്പട്ടം എന്ന് പറയുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ ആവർത്തിച്ച് ചോദിക്കുക. പത്രോസിന് ചോദ്യം പോലും പിടികിട്ടിയ അർത്ഥമില്ല. പാവകണക്കെ അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന്. അവസാനം അവൻ അടിയറവ് പറഞ്ഞു. ഇൻ്റർവ്യൂവിൽ പത്രോസ് തോറ്റു. പ്രകടനത്തെ അധിഷ്ഠിതമാക്കിയ നമ്മളൊക്കെ ജോലിക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പത്രോസിനെ അവിടെ വെച്ച് തന്നെ ഈശോ പടിയടച്ച് പണ്ടം വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. ഏറ്റവും പരാജയത്തിൻ്റെ നെല്ലിപ്പടിയെ എത്തിയ നിമിഷം ഈശോ പത്രോസിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ഇനിമേൽ ചോദ്യങ്ങളില്ല, നീ എൻ്റെ ആടുകളെ മേയിക്കുകയാ. അതായിരുന്നു ആദ്യത്തെ അഭിഷേക കർമ്മം എന്ന് പറയുന്നത്. ദുഃഖത്തിൽ മുദ്ര വയ്ക്കപ്പെട്ടതായിരുന്നു. ശോകത്തിൻ്റെ സാന്ദ്രമായ ഒരു അനുഭൂതിയെ പേറുന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ ആദ്യത്തെ തിരുപ്പട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിലും സുവിശേഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഉദാത്തമായതൊക്കെ ആരംഭിക്കുന്നത് ഒരു പരിധിവരെ ശോകത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെയാണ്. തിരുസഭയുടെ ബീജാവാപം നടക്കുന്നത് മംഗളവാർത്തയിലല്ലേ? അവിടെയും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. അമ്മ അസ്വസ്ഥയായി ദൂതൻ്റെ അഭിസംബോധന കേട്ടിട്ട് എന്ന്. ആ അസ്വസ്ഥതയിലാണ് തിരുസഭയുടെ ബീജാവാപം നടക്കുന്നത് എന്ന് നമുക്കറിയാം. ആദികാവ്യം സനാതന കാവ്യം കൂടിയാണെന്ന് നമുക്കറിയാം. ഒരു കവിക്ക് തോന്നിയ ആദ്യ ദുഃഖം പ്രപഞ്ചമിഥുനങ്ങളുടെ വേർപാടിലുണ്ടായ ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ ഒരു കാവ്യം പിറന്നു വീഴുന്നത്. ഉദാത്തമായതൊക്കെ ആരംഭിക്കേണ്ടത് ചെറിയ ചെറിയ ദുഃഖങ്ങളിൽ നിന്നാണ്. ദുഃഖത്തിലും ശോകത്തിലുമൊക്കെ മുദ്ര വയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാവി വളരെ ശോഭനമാണ് എന്നുള്ളത് ആദ്യത്തെ തിരുപ്പട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. അന്ധകാര യുഗത്തിൻ്റെ നിശാവേളകളിൽ ആ വസന്തത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത് എന്നൊക്കെ കവികൾ പറയും. അന്ധകാര നിബിഡമായ രാവുകളിലാണ് നമ്മൾ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയൊക്കെ കാണുന്നത് പോലും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞത് ഈശോ തന്നെയല്ലേ? സ്നേഹമുള്ളവരെ, ഞാൻ ഈ ശോകത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളാരും ഇന്നേ ദിവസം ദുഃഖിക്കണമെന്നോ ആഗ്രഹിച്ചുകൊണ്ടല്ല, നിങ്ങളെ കരയിപ്പിക്കാനുമല്ല. നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അഗാധമായ ഒരു സന്തോഷം, അധിക സന്തോഷം കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തിരുപ്പട്ടത്തിലും ആഴമേറിയ
ഒരു സാന്ദ്രമായ സന്തോഷം കൂടി ഉണ്ട്. ഇന്നത്തെ തിരുപ്പട്ടത്തിൽ അതല്പം അധികമായിട്ടുണ്ട് എന്നുള്ളത് എനിക്കും സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഡിജോസ് മാസിൻ്റെ ദൈവവിളിയെ പറ്റി സംസാരിക്കുന്നതിന്, അവൻ്റെ അപ്പച്ചനോടും കുടുംബാംഗങ്ങളോടും ഒക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വന്നു. അപ്പച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ അന്ന് ഉറപ്പിച്ചു, പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉറച്ച ദൈവവിളിയാ, വിശുദ്ധമായ ഒരു ദൈവവിളിയാകുന്നു എന്നുള്ളത്. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇനി അവൻ പോകരുത്, അവൻ സെമിനാരിയിൽ തന്നെ നിൽക്കട്ടെ അച്ഛ, അവൻ അവിടെ നിന്നോട്ടെ അച്ഛ എന്ന്. അത് പറയുമ്പോൾ ഈ അപ്പച്ചൻ്റെ കണ്ഠം ഒത്തിരിയേറെ ഇടറിയിരുന്നു, കണ്ണുകളിൽ കണ്ണുനീര് പൊടിയുന്നുണ്ടായിരുന്നു. അപ്പൻ ആദ്യം കരയുന്നത് കൊണ്ടായിരിക്കും ഡാനിയും ഡിനോയും ഒക്കെ ചിരിക്കുകയായിരുന്നു അന്നേ ദിവസം. സ്നേഹമുള്ളവരെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡിജോസ് മാസിനെ ദേവാലയത്തിൽ വെച്ച് അഭിഷിക്തനാകേണ്ടതായിരുന്നു. ഈ പട്ടം വൈകിച്ചെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അവൻ്റെ അപ്പൻ തൻ്റെ കനിഷ്ഠപുത്രനെ ഒത്തിരി അധികമായിട്ട് സ്നേഹിച്ചിരുന്നു. ഏത് സ്നേഹമുള്ള പിതാവിനെ പോലെയും പഠിക്കാൻ സമർത്ഥനായ തൻ്റെ മകനെ പറ്റി ഈ പിതാവിനും ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് വിദേശ പഠനമൊക്കെ ചാകര പോലെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പൻ തൻ്റെ മകനെ പറ്റി വിദേശ പഠനങ്ങളൊക്കെ വിഭാവനം ചെയ്തിരുന്നതാ. കുടുംബത്തിൻ്റെ ഭാവിയായിട്ട് കണ്ടവനാ. അവനെ അങ്ങ് വേർപിരിയാൻ അപ്പൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. അതിന് 3 വർഷം മുമ്പ് തന്നെ ഇടവകയിൽ വികാരിയച്ഛൻ അനൗൺസ് ചെയ്തതാ, ഡിജോസ് മാസൻ സെമിനാരിയിൽ പോകുകയാ. പിന്നെ ആഴ്ചകളും വർഷങ്ങളും ഷമ്മാസിനോട് നാട്ടുകാർ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു, പോയില്ലേ 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 എന്ന്. അവന് പോകുവാൻ സമയമായിട്ടില്ലായിരുന്നു. അവൻ്റെ അപ്പൻ തന്നെ അവസാനം അവൻ്റെ സമയം കുറിച്ചു. സ്നേഹമുള്ളവരെ, ഒത്തിരി വേദനയോടുകൂടി ഈ പിതാവും മാതാവും കുടുംബാംഗങ്ങളും ഒക്കെ നടത്തിയ സമർപ്പണമാ ഡിജോസ് മാസിൻ്റെ ദൈവവിളി എന്ന് പറയുന്നത്. ഷമ്മാസിൻ്റെ മാത്രം ദുഃഖത്തിലല്ല, വേദനിക്കുന്ന ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ശോകത്തിൽ ഈശോ അവരെ ആദ്യം അഭിഷേകം ചെയ്ത് മഹാപുരോഹിതരാക്കിയത് കൊണ്ടായിരിക്കാം ഇന്ന് ഈ പുരോഹിതന് ഈ ദേവാലയത്തിൽ പിറന്നു വീഴുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ശോകത്തിൽ അധിക സന്തോഷമുണ്ട് എന്ന്. ഇന്ന് ഈ കുടുംബാംഗങ്ങളുടെ കണ്ണീരിലും സന്തോഷത്തിലും ഈശോയുടെ വചനം അന്വർത്ഥമാകുകയാ. നിങ്ങളുടെ ദുഃഖമെല്ലാം സന്തോഷമായിട്ട് ഭവിക്കും, അല്പം മാത്രമായിട്ട് കാത്തിരുന്നാൽ മതി എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നിങ്ങൾ ഉണ്ണിമിശിഹായുടെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചു 2 ദിനം മുമ്പ്. നാളെ നിങ്ങൾ വേറൊരു തിരുനാൾ ഇവിടെ ആഘോഷിക്കും, കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാള്. ഈ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളും തിരുപ്പിറവിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. രണ്ടിൻ്റെയും സന്ദേശം ഒന്ന് തന്നെയാണെന്ന് തോന്നുകയാണ്. രക്ഷകനെ ലോകത്തിന് സംഭാവന ചെയ്ത ഈശോയുടെ തിരുജനനം എത്ര സന്തോഷകരമാ. റാമായിൽ അന്ന് മുഴങ്ങിക്കേട്ടത് അബന്ധങ്ങൾ വേർതിരിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ഗദ്ഗതങ്ങളായിരുന്നുവെന്ന് സുവിശേഷകൻ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മയുടെ സംഭവത്തെ അനുധാവനം ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ക്രൂരതയുടെ അധ്യായങ്ങളിൽ ഒന്നാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. തിരുപ്പിറവി എന്നതുപോലെ, ജനനത്തിരുനാൾ എന്നതുപോലെ തിരുപ്പിറവി എന്ന് പറയുന്നത് കുഞ്ഞിപ്പൈതങ്ങളുടെ മരണത്തിരുനാൾ കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശോകത്തിൽ മുദ്രവെക്കപ്പെടുന്ന വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ രഹസ്യമായി ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് ഉണ്ണിമിശിഹ പോലും വില കൊടുത്ത് വാങ്ങപ്പെട്ടവന് കുഞ്ഞിപ്പൈതങ്ങളുടെ രക്തത്തിലൂടെയാ രക്തം ജനിക്കേണ്ടിയിരുന്ന രക്ഷകൻ പോലും ഭൂജാതനാകുന്നത് എന്ന്. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പൗരോഹിത്യത്തെ പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തിരുസഭ ഇന്ന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ശോകത്തിൻ്റെയും ഒക്കെ വലിയ വില കൊടുത്ത ഇന്ന് തിരുസഭ പൗരോഹിത്യത്തെയൊക്കെ വാങ്ങുന്നതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ വില കൊടുക്കലേണ്ട ഈ വേളനയിലെ ദുഃഖങ്ങൾ കണ്ട് പ്രിയപ്പെട്ടവരാരും അസ്വസ്ഥരാകരുത്. നിങ്ങൾക്ക് അസ്വസ്ഥതകൾ കാണും, അത് പക്ഷേ വളരെ ഭാഗ്യപ്പെട്ട അസ്വസ്ഥതകളാ, വളരെ ക്രിയാത്മകമായിട്ടുള്ളത് കൃപാവരത്തിൻ്റെ അസ്വസ്ഥതകളാ. അസ്വസ്ഥതപ്പെടുവാൻ നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്. കാനോനയിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവമേ അപമാനം സഹിച്ച് ഞങ്ങൾ മടുത്തു.
പള്ളിയും പട്ടക്കാരനുമൊക്കെ ഇവിടെ വിചാരണയ്ക്ക് വെക്കപ്പെട്ടിരിക്കുകയാണ്. പുരോഹിതന്റെ മേൽ അനുദിനം വിധിവാചകം ഉച്ചരിക്കാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഓരോ ദിവസവും തിരുസഭ ഒന്നിനു മീതെ ഒന്നിനു അധികമായിട്ട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകത്തിന്റെ പരിമളത്തേക്കാൾ അഭിഷിക്തന്റെയൊക്കെ അപജയങ്ങളുടെ സെൻസേഷനോടെ ഇന്ന് നമ്മുടെ സമൂഹത്തിനൊക്കെ ഒത്തിരി ആഭിമുഖ്യം. നമുക്ക് അസ്വസ്ഥപ്പെടുവാൻ കാരണങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് അത് പത്രോസിന്റെ ഒന്നാമത്തെ അസ്വസ്ഥതയാണ്. രണ്ടാമത്തെ ദുഃഖം അവനെ അഭിഷേകത്തിന് വേണ്ടി വിളിച്ചപ്പോഴുള്ള ദുഃഖമായിരുന്നുവെങ്കിൽ അതിനു മുന്നേ നമ്മൾ പത്രോസിൽ ഒരു ദുഃഖം കാണുന്നുണ്ട്. തൻ്റെ പാദക്ഷാളത്തിന് വേണ്ടി തൻ്റെ അരികിലേക്ക് വരുന്ന ദിവ്യഗുരുവിനെ പ്രതി പത്രോസ് ദുഃഖിതനായിരുന്നു, അസ്വസ്ഥനായിരുന്നു. നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ? സ്നേഹമുള്ളവരെ, ഈശോ അനുനിമിഷം തൻ്റെ പൗരോഹിത്യത്തെ സമീപിച്ചു കൊണ്ടിരിക്കുകയാ. തിരുസഭയെ അവിടുന്ന് അനുനിമിഷം പാദക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുകയാ. അതിൻ്റെ അസ്വസ്ഥതകളാണ് നമ്മളെ ഓരോരുത്തരും ദുഃഖിപ്പിക്കുന്നത്. സമൂഹത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും പൗരോഹിത്യത്തിൻ്റെ അപജയങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അവൻ ഉപേക്ഷിച്ചു പോയത് കൊണ്ടല്ല, അവൻ പാദക്ഷാളനത്തിന് വേണ്ടി നമ്മുടെ അരികിലേക്ക് നടന്നു വരുന്നത് കൊണ്ട്, തിരുസഭയെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്ന്. ഇന്ന് പട്ടം കിട്ടുന്ന ശിശോശമാസിനെ നിങ്ങൾ പുത്തൻ അച്ഛൻ എന്ന് വിളിക്കും. ഇടവകയിലേക്ക് വരുന്ന അച്ഛന്മാരെ പുത്തൻ അച്ഛൻ എന്നാ വിളിക്കുന്നത്. വളരെ ശരിയാ. അത് പട്ടം കിട്ടി മണിക്കൂറുകൾ കഴിഞ്ഞത് കൊണ്ടല്ല, തിരുസഭ എന്നും പുത്തനായതുകൊണ്ടാ. തിരുസഭയ്ക്ക് ഒരിക്കലും പ്രായം വെക്കുന്നില്ല, തിരുസഭ ഒരിക്കലും പഴയതാകുന്നില്ല. കാരണം തിരുസഭ ക്രിസ്തുവിൻ്റെതാകുന്നു എന്നുള്ളതാ. ഈ തിരുസഭയിന്മേൽ ഒരു മാലിന്യവും പറ്റിപ്പിടിച്ചിരിക്കാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. 2000 വർഷത്തിന്റെ തഴക്കങ്ങൾ കൊണ്ട് ഇതൊക്കെ പലപ്പോഴും മാലിന്യം പുരണ്ടിട്ടുണ്ടെങ്കിൽ അനുനിമിഷം അവനതിനെ കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. അശുദ്ധിയുടെ ദുർമേധസ് പൗരോഹിത്യത്തിന്മേൽ അടിഞ്ഞുകൂടുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിനെ അനുനിമിഷം ഉരുക്കി കളഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ അസ്വസ്ഥതകളാ നമ്മളെയൊക്കെ ദുഃഖിതരാക്കുന്നത്. പൗരോഹിത്യത്തെ പ്രതി ഈശോ അനുനിമിഷം തിരുസഭയെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു, അനുനിമിഷം തിരുസഭയെ ക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും മുന്നേ എല്ലാ പുരോഹിതനെയും അവൻ പാദക്ഷാളനം നടത്തി അനുനിമിഷം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാ, നവീകരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് തിരുക്കർമ്മം തുടങ്ങുന്നതിന് മുമ്പേ അഭിവന്യ പിതാവ് പറഞ്ഞ്, നിന്നിലുള്ള പാപഭാരം മുഴുവൻ കർത്താവ് നീക്കിക്കളയട്ടെ എന്ന് മുടിമുറിച്ചുകൊണ്ട്. ഇത് അനുഷ്ഠാനപരമായി ഇന്ന് മാത്രം നടക്കുന്ന കാര്യമല്ല. കർത്താവ് എന്നും തിരുസഭയുടെ മുടി മുറിച്ചു കൊണ്ടിരിക്കുകയാ. അനുനിമിഷം തിരുസഭയുടെ പാപഭാരം മുഴുവനും അവിടുത്തെ കർത്താവ് നീക്കിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാ. തിരുസഭയിൽ ഒരു കുറവുമില്ല പ്രിയപ്പെട്ടവരെ. തിരുസഭ എന്നും വിശുദ്ധയാകുന്നു. കാരണം അവൻ വിശുദ്ധനായതുകൊണ്ടും അവൾ അവൻ്റേത് മാത്രമായതുകൊണ്ടും തിരുസഭ എന്നും പുതുപുത്തനാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതാ നമ്മുടെ അസ്വസ്ഥതയുടെ ഭാവാത്മകമായ കാര്യം. എല്ലാ അസ്വസ്ഥതയിലും ശോകത്തിൽ മുദ്ര വയ്ക്കപ്പെടുന്ന അഭൂതപൂർവകമായ സന്തോഷത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുവാൻ പരാജയപ്പെടരുത്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ പലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, പണ്ട് പച്ചനാകാരിരുന്ന പലരും തീരുമാനം മാറ്റിയതൊക്കെ എനിക്കറിയാം, ചെറുപ്പക്കാർ കൗമാരക്കാരൊക്കെ. ഇന്ന് അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെയും ഒക്കെ മാർക്കറ്റ് അങ്ങ് വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാ പോലും. കാരണം എന്തുമാത്രം വിധി തീർപ്പുകളാ. പൗരോഹിത്യമൊക്കെ പച്ചയായിട്ട് തൊലിയുരിയപ്പെടുകയല്ലേ സമൂഹ മധ്യത്തില്. ഇന്ന് ബുദ്ധിയും ബോധവും ഉള്ളവൻ വല്ലോ അച്ഛനാകാനോ കന്യാസ്ത്രീ ആകാനോ വേണ്ടി പോകുവോ? സ്നേഹമുള്ളവരെ, ആക്ഷേപങ്ങളിലൊക്കെ ആവിയായി പോകാനുള്ളതേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമെങ്കിൽ അതങ്ങ് ആവിയായി പോകട്ടെ എന്ന് ഞാൻ പറയുകയുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമല്ല, ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യങ്ങളും മാത്രമേ ആവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഞാൻ പറയും, ആരെങ്കിലും അച്ഛനാകാനോ കന്യാസ്ത്രീ ആകാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഉചിതമായ സമയം. തോളിലെടുത്ത് നടയടിക്കാൻ ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ടല്ല, കൈമുത്താനും വിരുന്ന് നൽകുവാനും ജനം ക്യൂ നിൽക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ ആരെങ്കിലും സന്യാസത്തിലേക്ക് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത്.
ക്രിസ്തു നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ വെല്ലുവിളിയിലൂടെ മുദ്ര വെച്ചിക്കപ്പെടുന്ന തിരുസഭയുടെ ശോഭനവും സുന്ദരവുമായ ഭാഗധേയത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാരും പ്രതിസന്ധികൾ കണ്ട് അടിയറവ് പറഞ്ഞിട്ട് പിന്നോട്ട് പോവുകയില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ ഇത് തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ കൊയ്ത്തുകാലമാകുന്ന പ്രിയപ്പെട്ടവരെ. ആഗോള സഭയിൽ ഇതൊക്കെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. വൈദികരുടെയൊക്കെ ലൈംഗിക അപവാദങ്ങളിൽ ഉഴറിയ അമേരിക്കൻ സഭയിൽ 2014 മുതൽ 1% ഓരോ വർഷവും ദൈവവിളി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഇന്ന് വർഷം 3 മടങ്ങ് ബൈബിളുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാ പോലും. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള തൊഴിൽ അത് പൗരോഹിത്യമാണെന്നുള്ളത് സെക്കുലർ പഠനങ്ങളായിരുന്നു നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ നരക കവാടങ്ങൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതൊന്നുമല്ല. കർത്താവ് ഭോഷത്വം പറയുന്നവനല്ല. അതെ എന്നോ അല്ല എന്നോ കർത്താവ് പറഞ്ഞത് അവൻ്റെ തന്നെ വാക്കുകളിൽ അന്വർത്ഥമാ. ഒരു കവാടവും തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം അവനെ കീഴടക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈശോയുടെ പൗരോഹിത്യം പരാജയപ്പെടുകയില്ല, അതിനെ പരാജയപ്പെടാനാവുകയില്ല. ഇന്നത്തെ നമ്മുടെ തിരുപ്പട്ടവും നമ്മോട് വിളിച്ചു പറയുന്ന സന്ദേശം അതുതന്നെയാകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരിക്കാം. ഇതെല്ലാം സമ്മതിക്കാം, എന്തിനാ മാധ്യമങ്ങളെ കുറ്റം പറയുന്നത്? എന്തിനാ സമൂഹത്തെ അധിക്ഷേപിക്കുന്നത്? വേലി തന്നെയല്ലേ വിളവ് തന്നുകൊണ്ടിരിക്കുന്നത്? കുറുന്തോട്ടിക്കല്ലേ ഇവിടെ വാദം പിടിച്ചിരിക്കുന്നത്? ശരിയാ, അസ്വസ്ഥരാകേണ്ട. ക്രിസ്തുവിന്റെ പൗരോഹിത്യം പരാജയപ്പെടുവാനായിട്ട് പോകുന്നില്ല. ഇരിക്കുന്ന കമ്പ് തന്നെ മുറിക്കുന്ന പുരോഹിതരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഒരു കുഴപ്പവുമില്ല. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. സുവിശേഷങ്ങൾ ആഴത്തിൽ വായിക്കുക. നമ്മൾ വായിച്ചു കേട്ട് സുവിശേഷത്തില് ഈശോ പത്രോസിന് പട്ടം കൊടുക്കുകയാ. ആരായിരുന്നു ഈ പത്രോസ്? ആദ്യത്തെ കുറുന്തോട്ട് തന്നെ വാദം പിടിച്ച കുറുന്തോട്ടിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആദ്യത്തെ വേലി തന്നെ വിളവ് മുഴുവൻ തിന്നാൻ പോകുന്ന വേലിയായിരുന്നു. ആദ്യ പുരോഹിതനായ പത്രോസ് തന്നെ, വലിയ മുക്കുവനായ പത്രോസ് തന്നെ ഈശോ 3 വർഷം കൊണ്ട് പടുത്തുയർത്തിയത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തച്ചുടയ്ക്കാൻ പോകുന്നവനായിരുന്നു ഈ പത്രോസ്. ഞാൻ മീൻ പിടിക്കാൻ പോകുക, നിങ്ങളും കൂടെ പോരുന്നോ എന്നുള്ളതാ പത്രോസിന്റെ ചോദ്യം. എല്ലാവരെയും കൂട്ടി അവൻ കടലിലേക്ക് പോയി. പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്നവരുടെ മധ്യസ്ഥനായിട്ടല്ലേ ഈ പത്രോസിനെ അവരോധിക്കേണ്ടത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അത്ര വലിയ ദ്രോഹമാ ഈ ആദ്യ മുക്കുവൻ തിരുസഭയ്ക്ക് ചെയ്തത്. വലിയ മുക്കുവൻ കടലിലേക്ക് പോയി, അപ്പസ്തോലന്മാർ മുഴുവനും കടലിലേക്ക് പോയി. എന്നിട്ട് എന്തായി? തിരുസഭ കടലിൽ അങ്ങ് മുങ്ങിപ്പോയോ? ഇല്ല. അതിനു മുന്നേ തിബേരിയാസിന്റെ തീരത്ത് വലയും വിരിച്ച് കർത്താവ് കാത്തിരിപ്പുണ്ടായിരുന്നു. കടലിലല്ല, തീരത്ത് തന്നെ. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് പത്രോസിനോട് അവന്റെ സ്നേഹം ആവർത്തിച്ച് കർത്താവ് ആവശ്യപ്പെടുന്നതായിട്ടാണ് പൊതുവെ വ്യാഖ്യാനം ചെയ്യപ്പെടാറ്. അങ്ങനെ അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. പത്രോസിനോട് ഈശോ നടത്തുന്ന സ്നേഹപ്രഖ്യാപനമാ ഈ ആവർത്തിച്ചുള്ള ചോദ്യം. നീ എൻ്റെ ശിഷ്യന്മാരെ മുഴുവനും വഴിതെറ്റിച്ചവരാ. നീ വിഷമിക്കേണ്ട പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ തള്ളി പറഞ്ഞവനാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പത്രോസേ. ഞാൻ നട്ടുവളർത്തിയത് മുഴുവനും നീ പിഴുതെറിഞ്ഞവനാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പത്രോസേ. ഈശോയുടെ ആവർത്തിച്ചുള്ള പൗരോഹിത്യത്തോടുള്ള സ്നേഹപ്രഖ്യാപനമാ ഈ തിബേരിയാസിന്റെ നദിക്കരയിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാ തിരുപ്പട്ടത്തിലും മുഴങ്ങി കേൾക്കുന്ന, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന വാക്കുകൾ ഇതാ. അത് ഈശോയുടെ വചനങ്ങളാ. പത്രോസ് ഈശോയെ സ്നേഹിച്ചു എന്നുള്ളതല്ല പൗരോഹിത്യത്തിന്റെ ആണിക്കല്ല്. ഈശോ തന്റെ പുരോഹിതനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തിരുസഭയില് പൗരോഹിത്യത്തിന്റെ മുഖഛായയ്ക്ക് അതിന്റെ ഭംഗിക്ക് യാതൊരു കേടും കൂടാതെ ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. സാക്ഷ്യം പ്രതിസാക്ഷ്യമായിക്കൊള്ളട്ടെ, ഉതപ്പുകളായിക്കൊള്ളട്ടെ, അപവാദങ്ങളായിക്കൊള്ളട്ടെ, എല്ലായിടത്തും ആവർത്തിക്കപ്പെടുന്നത് ഈശോയുടെ സ്നേഹം തന്നെ. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം പൗരോഹിത്യം ക്രിസ്തുവിൻ്റേത് എന്നതുകൊണ്ട് തന്നെ. എങ്കിൽ
ഞങ്ങൾക്ക് ക്രിസ്തുവിനെ മതി. എന്തിനാ ഈ പുരോഹിതൻ്റെ ആവശ്യം എന്ന് ചെറുപ്പക്കാരൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ക്രിസ്തു മതി, സഭ വേണ്ട എന്നുള്ളത്. സ്നേഹമുള്ളവരെ, സഭയെ സ്നേഹിക്കുന്നവൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ നിഷ്കളങ്കമായും സഭയെ സ്നേഹിക്കും. കാരണം ക്രിസ്തു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു ക്രിസ്തു സ്നേഹിക്കും സാധിക്കുകയില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ തിരുസഭയെയും സ്നേഹിക്കും. കാരണം ക്രിസ്തു അത്രയധികമായിട്ട് തൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പട്ടം സ്വീകരിച്ച പത്രോസ് ഉടൻ തൻ്റെ ശുശ്രൂഷ തുടങ്ങി. കർത്താവേ, ഇവൻ്റെ കാര്യം എന്ത് എന്നും ചോദിച്ചുകൊണ്ട് അവനവൻ്റെ അജപാലന ശുശ്രൂഷ തുടങ്ങുകയാ. സ്നേഹമുള്ളവരെ, എല്ലാ തിരുപ്പട്ടത്തിലും നിങ്ങളും ശ്രവിക്കേണ്ടത് ഇതാ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യം എന്ത് എന്ന് ചോദിക്കുന്നതിന് വേണ്ടി തിരുസഭയിൽ ഒരു മധ്യസ്ഥനുണ്ട്. പത്രോസിന്റെ ഈ ചോദ്യം ഒരു യാചനയാ, പ്രാർത്ഥനയാ, മധ്യസ്ഥം വഹിക്കല, കൂട്ടായ്മയുടെ ആഘോഷമാ അത്. നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്നുള്ളതല്ല. നിങ്ങളിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. പൗരോഹിത്യം ഈ കൂട്ടായ്മയുടെ ആഘോഷമാകുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ സഭയെയും സ്നേഹിച്ചിരിക്കും. ഇല്ലെങ്കിൽ, അത് തോന്നുന്നില്ലെങ്കിൽ എത്രയും വേഗം യോഹന്നാൻ 21 വീണ്ടും വായിക്കുക. പത്രോസിനോട് ആവർത്തിച്ച് സ്നേഹപ്രകടനം നടത്തുന്ന ഈശോയോടും തിരികെ സ്നേഹപ്രഖ്യാപനം നടത്തുന്ന പത്രോസും നമ്മളെ നിർബന്ധിതരാകുന്നത് അവിടെ ആക്കുന്നത് ഈ സന്ദേശത്തിന് വേണ്ടിയാണെന്നുള്ളത് തിരിച്ചറിയുക. അതുകൊണ്ട് തിരുസഭയൊക്കെ വില കൊടുക്കുന്ന വേളയിൽ കല്ലെറിയുന്നവരുടെ പക്ഷം ചേരരുത്. സന്തോഷത്തോടുകൂടി വില കൊടുക്കുക. അനുദിനം നവീകരിക്കപ്പെടുന്ന പുതുപുത്തൻ തിരുസഭയെ ഈ പുത്തനച്ചനിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ തന്നെ നമുക്ക് ഈ വിചിന്തനങ്ങളെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഡിജോ ശമാസിൻ്റെ പട്ടത്തിൻ്റെ ക്ഷണക്കത്തിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കും ലഭിച്ചിട്ട് കാണുമല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഡിജോച്ചന് ഒരുപക്ഷെ ഒരു സുഹൃതജപം കണക്കെ ആത്മാർപ്പണത്തിൻ്റെ അടയാളമായിട്ടായിരിക്കാം ഇത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി എന്ന് നമ്മൾ പറഞ്ഞു. അമ്മയുടെ അസ്വസ്ഥത അവസാനിക്കുന്നത് മുദ്രാവാക്യത്തിലാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് വലിയൊരു മുദ്രാവാക്യമാ, വിശ്വാസത്തിന്റെ മുദ്രാവാക്യം. അവിവാഹിതയായ താൻ ഗർഭിണിയായാൽ പരസ്യമായിട്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം, അതൊന്നും അമ്മയെ പിന്തിരിപ്പിച്ചിട്ടില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം അമ്മ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ഈ സുഹൃതജപം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിന്റെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒത്തിരി നല്ല വിശുദ്ധരായ വിശ്വാസികൾ കൊണ്ട് സമ്പന്നമാ തിരുസഭ ഇന്നും എന്നും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നിങ്ങൾ വൈദികർ കാണുമ്പോൾ പറയുമല്ലോ. എത്ര അർത്ഥപൂർണമായ ഒരു വചനമാ അത്, ആശംസയാ അത്. അത് വെറും ഒരു സുഹൃതജപമല്ല, വണക്കവുമല്ല. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുദ്രാവാക്യമാ, നിങ്ങളുടെ ആത്മാവിന്റെ മുദ്രാവാക്യമാ. നിത്യപുരോഹിതനായ ഈശോയെ, നിന്റെ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ നിന്റെ ഹൃദയത്തിൽ തന്നെ അവരെ കാത്തുകൊള്ളണമേ എന്ന് നിങ്ങളുടെ അധരങ്ങളിൽ അനുദിനം തത്തിക്കളിക്കുന്ന ആ പ്രാർത്ഥന, അത് ഉള്ളിടത്തോളം കാലം തിരുസഭയിൽ ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു കൊള്ളുക. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട ഡിജോശമാശ അച്ഛന് ഒത്തിരി വേദന വില കൊടുത്ത് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചതാ. അച്ഛൻ്റെ ദൈവവിളി ദുഃഖത്തിൽ മുദ്രവെക്കപ്പെട്ടതാ. ഉദാത്തമായതും ശാശ്വതമാകുവാനും വേണ്ട ഒത്തിരി വളക്കൂറുള്ള മണ്ണില് അച്ഛൻ ഈശോയെ വളർത്തിയതും പറിച്ചു നട്ടപ്പെട്ടതും. ഇത് അച്ഛൻ ഒരിക്കലും കൈമോശം വരാതിരിക്കാൻ ഒരിക്കലും കൈമോശം വരാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ അച്ഛൻ്റെ സമർപ്പണം, ശോകത്തിൽ മുദ്രവെക്കപ്പെട്ട സമർപ്പണം, അത് വിശ്വാസത്തിൻ്റെ മുദ്രാവാക്യമായി തിരുസഭയിൽ മുഴങ്ങട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഡിജോ അച്ഛനെയും അച്ഛൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും സന്തോഷപൂർവ്വം ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ